നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ അല്പസമയ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 1 കൊരിന്ത്യർ 16-ാം അധ്യായം അതിന്റെ 13-ാം വാക്യമാണ്. അവിടെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ഉണർന്നിരിപ്പിൻ, വിശ്വാസത്തിൽ നിലനിൽപ്പിൻ. ഏവർക്കും വചന സമീക്ഷയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കറിയാം, നമുക്ക് ഒരു ഉണർവുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിത കാര്യങ്ങൾ ഒക്കെയും നല്ല ഉന്മേഷത്തോടെ ചെയ്തു തീർക്കാൻ പറ്റുമല്ലേ. അപ്പോൾ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ നല്ല ഉണർവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓടിച്ചാടിയൊക്കെ നല്ല പുഷ്ടിയോടുകൂടെ ചെയ്തു തീർക്കാനായിട്ടുള്ളൊരു ഒരു ആരോഗ്യമൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ഉണർവിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, നന്നായിട്ട് വെള്ളം കുടിക്കണം, നല്ല ഡയറ്റ് ഫോളോ ചെയ്യണം, എക്സസൈസ് ചെയ്യണം, അതുപോലെ പ്രാർത്ഥന വേണം. അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് ആത്മാവും മനസ്സും നമ്മുടെ ശരീരവും ഒരുപോലെ ഉണർന്ന് പ്രവർത്തിക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ ദൈവവചനത്തിൽ ഉണർന്ന് ഇരിക്കുക എന്ന് പറയുന്നത് ഏതിൽ നിന്ന് ഉണർന്നിരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ജഡത്തിൽ നിന്നും ജഡീകമായ മോഹങ്ങൾ ഇന്നതാണ്, അത് പിശാചിൻ്റെ വലയാണ് എന്നുള്ളൊരു ഉണർവ്, ഒരു ബോധം നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു, നമ്മെ ഓർമ്മിപ്പിക്കുന്നു അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഉണർന്നിരിക്കുക, അതോടൊപ്പം നമുക്ക് വേണ്ടുന്ന ഒരു വലിയൊരു കാര്യമാണ് വിശ്വാസമുണ്ടായിരിക്കുക എന്നുള്ളത്. ഏതൊരു കാര്യം നാം ചെയ്യുന്നതിന് മുൻപും നമുക്ക് നമ്മോടൊരു വിശ്വാസം ഉണ്ടായിരിക്കണം, അതുപോലെ അത് നടക്കും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസവും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ദൈവത്തോടും വിശ്വാസമുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 2 കാര്യങ്ങളെ ആസ്പദമാക്കിയാണ് ഒരു കഥ കേൾക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ റെഡിയല്ലേ? അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. അതിനു മുൻപായിട്ട് നമുക്കൊരു കോൾ വരുന്നുണ്ട്. ആരാ നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇത് ആരാ സംസാരിക്കുന്നേ? ഓക്കെ ആന്റി, സുഖമായിട്ടിരിക്കുന്നോ? വീട്ടിലാരൊക്കെ ഉണ്ട് ആന്റി? ഓക്കെ ആന്റി, അപ്പൊ നമുക്ക് നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ? ഉണ്ട്. ഓക്കെ, അറിയാലോ, നമ്മുടെ പ്രോഗ്രാമിൽ 4 ചോദ്യങ്ങളാണ് ഉള്ളത്. ഓക്കെ, അപ്പം ശരി ഉത്തരം നൽകാനായിട്ട് ശ്രമിക്കാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവുകയാണ് ആന്റി. റെഡിയല്ലേ? ആന്റിക്ക് വേണ്ടിയുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ദൈവരാജ്യം എന്താണ്? ശരി ഉത്തരമാണ് ആന്റി. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും. ഓക്കെ, അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശരി ഉത്തരം നൽകിയിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ആന്റിക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. എന്ത്? ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, അതെന്താണ്? അതെ, അതെന്താണ്? ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. എന്ത്? ദൈവരാജ്യം. ശരി ഉത്തരമാണ് ആന്റി. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിന് മുൻപായിട്ട് ആന്റിക്ക് പാട്ട് പാടാനൊക്കെ താല്പര്യമുണ്ടോ? ഓക്കെ ആന്റി, ഒരു നല്ല പാട്ട് പാടിക്കോളൂ. നാട്ടിലൻ വാസമേകുവാൻ പൻപെഴും നായകൻ വന്നിടാൻ, അക്കരെ നാട്ടിലൻ വാസമേകുവാൻ പൻപെഴും നായകൻ വന്നിടാൻ, നായകൻ വേഗം വന്നിടാൻ കാലമായല്ലോ, അക്കരെ നാട്ടിലൻ വസമേകുവാൻ പൻപെഴും നായകൻ വന്നിടാൻ, സോദരിനാരവം കേട്ടിടാൻ കർത്തനിൻ പാകളം ധരിച്ചിടാൻ,
വാസമൊരുക്കി പന്നിടം മേഘവാടനെ അമ്മരിണ്ടരാ യേശുനായകൻ വേഗം വന്നിടാൻ കാലമായല്ലോ അക്കരെ നാട്ടിലൻ വാസമെങ്കുവാൻ അൻപഴും നായകൻ വന്നിടാരാ. ഹലോ ആൻറ്റി, നല്ലൊരു പാട്ടായിരുന്നു കേട്ടോ. എന്തോ പഴയ ചിന്തകളൊക്കെ ഇങ്ങനെ മനസ്സിലൂടെ പോകുന്ന പോലെ തോന്നി. പഴയ കുഞ്ഞിലെ പള്ളിയിലൊക്കെ പോകുമ്പോൾ കേൾക്കുന്നത് പോലെയൊക്കെ തോന്നി. നന്നായിട്ട് പാടി ആൻറ്റി. അപ്പം നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ, അപ്പം നമ്മുടെ ആൻറ്റിക്ക് വേണ്ടിയുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്. നമ്മൾ പരിശ്രമിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ പരിശ്രമിക്കേണ്ടത് അല്ല ആൻറ്റി, നമ്മൾ പരിശ്രമിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? സത്യത്തിന് വേണ്ടി. എന്താണ് ആൻറ്റി? സത്യത്തിന് വേണ്ടി. സത്യത്തിന് ഓക്കെ, അത് ഒരു കാര്യമാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്. സമാധാനം. സമാധാനത്തിനും പിന്നെ എന്തിനു വേണ്ടി ഒരു കാര്യം കൂടെ ഉണ്ട്. അന്യോന്യം. സമാധാനവും സന്തോഷവും. സമാധാനത്തിന് ഓക്കെ. അപ്പൊ അന്യോന്യം വചനത്തിൽ പറയുന്നത് അതുപോലെ പറയണം ആൻറ്റി. അന്യോന്യം എന്തോ ഒരു കാര്യത്തിനും കൂടെ വേണ്ടിയാണ്. എൻ്റെ ആൻസർ ഇതാണ്, സമാധാനത്തിനും അന്യോന്യം അഭിവൃദ്ധിക്കും വേണ്ടി. ഓക്കെ ആൻറ്റി, അപ്പൊ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? അതിനു മുൻപായിട്ട് ആൻറ്റി എപ്പോഴും തനിച്ചായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ തനിച്ചായിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാനാണ് ആൻറ്റിക്ക് കൂടുതൽ താല്പര്യം? ഞാൻ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യും. പിന്നെ അതിനിടയ്ക്ക് ദൈവവചനം വായിക്കും. വചനം നല്ല പ്രസംഗം കേൾക്കും. ഓക്കെ, പ്രസംഗമൊക്കെ കേൾക്കും. വചനം വായിക്കുന്നതില് ഏറ്റവും കൂടുതൽ ആൻറ്റിക്ക് ഇഷ്ടമുള്ള പുസ്തകം ഏതാണ്? വായിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളത് പുസ്തകം എല്ലാം തന്നെ നമുക്ക് ഇഷ്ടമുള്ള പുസ്തകമാണ്. അപ്പൊ ആൻറ്റിക്ക് വായിച്ചതിൽ ഏറ്റവും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു വാക്യം, ഒരു വചനം പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ താല്പര്യമുണ്ടോ? പറഞ്ഞോളൂ ആൻറ്റി. എന്റെ പ്രത്യാശയാണ്, കർത്താവിനുള്ള പ്രത്യാശയാണ് പറഞ്ഞത്. കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറഞ്ഞു വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് എഴുന്നേൽക്കുകയും ജീവിച്ചിരിക്കുന്ന പിന്നെ ശേഷിക്കുന്ന നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ ദൈവത്തെ എതിരേൽപ്പാൻ മേഘത്തിൽ എടുക്കപ്പെടും. ഇങ്ങനെ എപ്പോഴും കർത്താവിനോടുകൂടെ ഈ വചനം കൊണ്ട് അന്യോന്യം ആശ്വസിച്ചുകൊണ്ട് എന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത്. വളരെ നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശയുള്ളൊരു വചനമാണ്. യേശുവിന്റെ രണ്ടാം വരവ്, അതിലും വലിയൊരു വചനം വേറെ ഇല്ല അല്ലേ? ഇനി നടക്കാൻ പോകുന്നത് ഈ ഒരൊറ്റ വചനം മാത്രമേ ഉള്ളൂ ഇനി നടക്കാനായിട്ടുള്ളത്. ഓക്കെ, അത് എത്രയും വേഗം നടക്കട്ടെ. നമ്മൾ എപ്പോഴും എത്രയും വേഗം യേശുവിന്റെ ആ ഒരു സ്വർഗരാജ്യത്തിൽ ഒന്നിച്ചു ചേരട്ടെ ആൻറ്റി. ഓക്കെ, നമുക്ക് എന്താണ് ആ ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഓക്കെ, നമുക്ക് നാലാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ, ആൻറ്റിക്ക് വേണ്ടിയുള്ള നാലാമത്തെ ചോദ്യം ഇതാണ്. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും എന്താകുന്നു? വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും എന്താകുന്നു? വിശ്വാസം. അതെ, ശരിയുത്തരമാണ് ആൻറ്റി, പാപം. ഓക്കെ, അപ്പൊ 4 ചോദ്യത്തിനും ശരിയുത്തരം നൽകിയിരിക്കുകയാണ്. സന്തോഷായോ? സന്തോഷമായപ്പോൾ നമുക്കും ഒത്തിരി സന്തോഷമായി ആൻറ്റിയോട് സംസാരിക്കാൻ പറ്റിയതിൽ. ആൻറ്റി നമ്മളെ ഇനിയും വിളിക്കുമല്ലോ? ഓക്കെ, അപ്പം പ്രാർത്ഥിക്കുക. ഓക്കെ, നമ്മുടെ സപ്പോർട്ട് ചെയ്യുക, പ്രോഗ്രാം കാണുക. ഓക്കെ ആൻറ്റി, താങ്ക് യു. അപ്പോൾ നമ്മളിപ്പോൾ വിളിച്ചിരുന്നത് അന്നാമ്മ ആൻറ്റി ആയിരുന്നു. ആൻറ്റി വളരെ സന്തോഷം വിളിച്ചതിൽ. നമ്മൾ ഇനിയും വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക, നമ്മുടെ പ്രോഗ്രാം കാണുക, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് നമ്മുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ നമ്മുടെ കഥയെന്ന് പറയുന്നത് ഒരു രാജാവിൻ്റെ കഥയാണ് കേട്ടോ. പക്ഷേ അത് രാജാവിൻ്റെ അല്ല. രാജാവിന് ഒരു കമ്പാനിയൻ ഉണ്ടായിരുന്നു. അത് ഒരു ആനയായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ രാജാവെന്ന് പറയുന്നത് യുദ്ധത്തിന് വളരെയധികം പേരെടുത്ത ഒരു രാജാവായിരുന്നു. അതായത് അദ്ദേഹം എവിടെ യുദ്ധം ചെയ്താലും അദ്ദേഹത്തിന് വിജയം മാത്രം കൈവരിച്ചിരുന്നു.
പക്ഷെ അതിന് കാരണം അദ്ദേഹത്തിൻ്റെ മിടുക്ക് മാത്രമായിരുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കൂട്ടുകാരനായ കമ്പാനിയനായിട്ടുള്ള ഒരു ആനയായിരുന്നു അതിന് ഏറ്റവും ഒരു കാരണക്കാരൻ എന്ന് പറയുന്നത്. കാരണം ആ ആന വളരെ ശക്തിശാലിയായിരുന്നു, വിശ്വസ്തനായിരുന്നു, അതുപോലെ ധൈര്യശാലിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ രാജാവിനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ വന്നാൽ ഈ ആന മുൻപേ കയറി നിൽക്കുമെന്ന്. ഓക്കെ, അദ്ദേഹത്തോട് ഈ ആനയായിരിക്കും പിന്നെ യുദ്ധം ചെയ്യുന്നത്. തൻ്റെ രാജാവിന്, തൻ്റെ യജമാനന് ഒന്നും പറ്റാതെ എപ്പോഴും കാവലായിട്ട്, എപ്പോഴും ഒരു കൂട്ടുകാരനായിട്ട് കൂടെ ഉണ്ടായിരുന്ന ഒരു ശക്തിശാലിയായിട്ടുള്ളൊരു യോദ്ധാവ് തന്നെയായിരുന്നു ആ ആന. പക്ഷേ ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾ കടന്നുപോയി. ആ ആന ഇപ്പോൾ വയസ്സായിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, വയസ്സായിരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്ഷീണവും പ്രയാസങ്ങളും ഒക്കെ മൃഗത്തിനായാലും വന്നു ചേരുമല്ലേ. അതുകൊണ്ട് തന്നെ ആ ആനയ്ക്ക് ഇപ്പോൾ യുദ്ധത്തിനൊന്നും പങ്കെടുക്കാൻ സാധിക്കുന്നില്ല. ആന എപ്പോഴും ഒരു കാട്ടിൽ തന്നെ ഒറ്റയ്ക്ക് കഴിയാൻ ആഗ്രഹിച്ചിരുന്നു. ഇതറിഞ്ഞ രാജാവ് ആ കാട്ടിൽ തന്നെ ആനയെ കൊണ്ടാക്കുകയാണ്. അങ്ങനെ ആ ആന ഒരുപാട് നാൾ അവിടെ ജീവിച്ചു പോകുന്നു. ആ ആനയ്ക്ക് എന്തെങ്കിലും വെള്ളം ദാഹം വല്ല എന്തെങ്കിലും വരികയാണെങ്കിൽ അവിടെ ഒരു അരുവിയുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു അരുവിയിലേക്ക് പോയി വെള്ളം കുടിക്കുന്നു, അവിടെ തന്നെ ഭക്ഷണം കഴിക്കുന്നു. ഈ ആനയെ എപ്പോഴും രാജാവ് കാണാനായിട്ട് ചെല്ലുമായിരുന്നു. ഇങ്ങനെ അവരുടെ സൗഹൃദം കാട്ടിലായാലും വളർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ ആനയ്ക്ക് പെട്ടെന്ന് വെള്ളദാഹം വരികയാണ്. അപ്പോൾ ഈ ആന എന്ത് ചെയ്തു? താൻ എപ്പോഴും പോകുന്ന ആ ഒരു അരുവിയിലെ ലക്ഷ്യമാക്കി നടക്കുകയായിരുന്നു. അങ്ങനെ നടന്നു പോയപ്പോൾ അവിടെ ഒരു ചതുപ്പ് നിലം ഉണ്ടായിരുന്നത് നമ്മുടെ ആന ശ്രദ്ധിച്ചില്ല കേട്ടോ. അപ്പോൾ ഈ ആന അതുവഴി പോയപ്പോൾ ഈ ചതുപ്പ് നിലത്തിൽ തൻ്റെ കാല് പൂഴ്ന്നു പോയി. അവിടെ നിന്ന് തൻ്റെ കാലിനെ എടുക്കാനായിട്ട്, വിടുവിക്കാനായിട്ട് ഈ ആനയ്ക്ക് ഒരിക്കലും സാധിക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഈ ആന എന്തെങ്കിലും അപകടത്തിലാകുമ്പോൾ നമുക്കറിയാം, ആന ചിഹ്നം വിളിക്കുമല്ലേ. അപ്പോൾ ഈ ആനയുടെ ചിഹ്നം വിളി കാട്ടിലും അതുപോലെ കൊട്ടാരത്തിലും ഒരുപാട് പരക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ആനയ്ക്ക് എന്ത് സംഭവിച്ചു? രാജാവ് ആനയെ രക്ഷിക്കുമോ ഇല്ലയോ നമുക്ക് നോക്കാം. അതിനുപാട് നമുക്കൊരു കോൾ വരുന്നുണ്ട്. ആരാ നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? ഞാൻ പീറ്റർ, ആലപ്പുഴയിൽ നിന്നാണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഭാര്യ, ഒരു മകനും ഉണ്ട്. മകളെ കല്യാണം കഴിച്ച് വിട്ടിരിക്കുകയാണ്. ഓക്കെ, മോൻ എന്താ ചെയ്യുന്നേ? മോൻ ഇത് സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ അങ്കിളെ, അപ്പം ഫാമിലിയൊക്കെ നല്ല ഹാപ്പിയാണ്. പള്ളിയിലൊക്കെ പോവാറുണ്ട്? പള്ളിയിലൊക്കെ പോവാറുണ്ട്. ഏത് ചർച്ചിലാണ് അങ്കിളെ പോകുന്നേ? ഞങ്ങള് ആലപ്പുഴ ചാറ്റിൻ ചർച്ച്, മൗണ്ട് കാർമൽ. ഓക്കെ അങ്കിൾ, അപ്പോൾ മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു, എല്ലാവരും തിരക്കിയതായിട്ട് പറയണം. നമ്മുടെ പ്രോഗ്രാം കണ്ടു തുടങ്ങിയതാണോ അതോ കാണാറുണ്ടായിരുന്നോ? ഞാൻ ഇങ്ങനെ എല്ലാ ചാനലും ഇങ്ങനെ കാണും. ഓക്കെ, അപ്പൊ കണ്ടതാണ്. പ്രോഗ്രാം കാണും, അത് കണ്ട മനസ്സിലാക്കുകയും ചെയ്യും. ഓക്കെ ഓക്കെ അങ്കിളെ, അപ്പൊ നമ്മുടെ പ്രോഗ്രാം ഇനി സ്ഥിരമായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കണമെങ്കിലേ സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായും. ഓക്കെ അങ്കിളെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം. നമ്മുടെ പ്രോഗ്രാമിലെ 4 ക്വസ്റ്റ്യൻസ് അങ്കിളെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ശരി ഉത്തരം നൽകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്കിളിന് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്: സൃഷ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എന്തിനായിട്ടാണ്? ജീർണതയുടെ അടിമത്തത്തിൽ നിന്നും മോചിതയാവുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന 21-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മുടെ വരാനിരിക്കുന്ന മഹത്വത്തിലേക്ക് ദൈവമക്കളെ സ്വാഗതം ചെയ്യാനാണ്, വിളിക്കപ്പെടാനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഓക്കെ അങ്കിളെ, അത് ഓക്കെയാണ്. ദൈവപുത്രന്മാരുടെ എന്തിനായിട്ടാണ്? ഓക്കെ, ശരി ഉത്തരവാണ് അങ്കിളെ. ബൈബിളിന്റെ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോ ആൻസർ ഇതാണ്: ദൈവപുത്രന്മാരുടെ പ്രത്യക്ഷതയ്ക്കായി. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ, അപ്പൊ അങ്കിളിന് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്: അവനോട് കൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് നാം എന്തു ചെയ്യണം? അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് നാം എന്തു ചെയ്യണം? നമ്മൾ എന്താ ചെയ്യേണ്ടത്?
സൃഷ്ടി മാത്രമല്ല, ആത്മാവിന്റെ ആദ്യഫലം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരങ്ങളെ വീണ്ടെടുപ്പാകുന്ന പുത്ര ലക്ഷ്യ പ്രതീക്ഷ ആന്തരികമായി വിലപിക്കുന്നു. ഈ പ്രത്യാശയിലാണ് രക്ഷ പ്രാപിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രത്യാശയല്ല. ഞാൻ കാണുന്നതിനെ ഒരുവൻ എന്തിനെ പ്രത്യാശിക്കണം? അല്ലെങ്കിലേ അവനോട് കൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് നമ്മൾ എന്തോ ചെയ്യണം, എന്തോ ഒരു കാര്യം ചെയ്യണം. അവനോട് കൂടെ എന്ത് ചെയ്യണം? അപ്പോൾ അവനോട് കൂടെ നാം പീഡ അനുഭവിക്കുന്നു. പീഡ അനുഭവിക്കണം. ശരി ഉത്തരമാണ് അങ്കിളെ. അവനോട് കൂടെ കഷ്ടത അനുഭവിക്കണം. ഓക്കെ, അവനോട് കൂടെ കഷ്ടത അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് അവനോട് കൂടെ തേജസ്കരിക്കപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ, പറ്റുള്ളൂ. ഓക്കെ, ശരി ഉത്തരമാണ് അങ്കിളെ. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിന് മുൻപായിട്ട് അങ്കിള് നന്നായിട്ട് പാട്ടൊക്കെ പാടാറുണ്ടോ? പാട്ടില്ല, പാട്ട് ആസ്വദിക്കും. പള്ളി ചർച്ചിൽ ഇങ്ങനെ പാട്ടിന്റെ കൂടെ പാടും. ഓക്കെ, അപ്പൊ അങ്കിള് ചർച്ചിൽ എന്താ കൂടുതലായിട്ട് ചെയ്യുന്നേ? അതായത് പ്രസംഗിക്കാറുണ്ടോ? ചെറുതായിട്ട് IMS എന്ന് പറഞ്ഞ സ്ഥാപനത്തിലായിരുന്നു. IMS എന്ന് പറയുന്ന ധ്യാനത്തിലായിരുന്നു. ഓക്കെ, അവിടെ മരിയ ഭവനം എന്ന് പറയുന്ന ഒരു വിധവകളെ അഭയകേന്ദ്രമുണ്ട്. അന്നേരം അവിടെ ശുശ്രൂഷ ചെയ്യുമായിരുന്നു. ഓക്കെ ഓക്കെ അങ്കിളെ. അപ്പോ ഞാൻ പറയുന്നൊരു എന്താണ് ഒരു കാര്യത്തിനെ കുറിച്ച് 2 വാക്ക് പറയാൻ പറ്റുമോ? വചനപരമായിട്ട്, വചനത്തെ ആസ്പദമാക്കി സംസാരിക്കാൻ പറ്റുമോ? അങ്കിളിന് പറ്റുമോ നോക്കിയാൽ മതി. ശരി, അങ്ങനെ. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും യേശുവില് വിശ്വസ്തരായിരിക്കണം, വിശ്വാസം വേണമെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. എപ്രകാരമുള്ള വിശ്വാസമായിരിക്കണം നമുക്ക് യേശുവിനോട് കൂടെ ഉണ്ടാവേണ്ടത്? വിശ്വാസത്തെ കുറിച്ച് 2 വാക്ക് പറയൂ അങ്കിളെ. അത് പറയുകയാണെങ്കിൽ ഹെബ്രായർ 11:1 പറയുന്നുണ്ട്, പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവും നമുക്ക് ഉണ്ടായിരിക്കണം. അതെ, അത് അതായത് യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റെന്ന് നമ്മൾ വിശ്വസിച്ചാൽ മാത്രമേ നമുക്ക് പ്രത്യാശിക്കുന്നത് നമുക്ക് ലഭിക്കുകയുള്ളൂ. കരുതി അതിനെ അടിസ്ഥാനമാക്കി നമ്മൾ വചന വിചിന്തനം നമുക്ക് ചെയ്യാം. അപ്പൊ എന്താണെങ്കിലും യേശു ഉണ്ട്, യേശു ജീവിച്ചിരുന്നിട്ടുണ്ട്, നമുക്ക് വേണ്ടി മരിച്ചിട്ടുണ്ട്, ഇന്നും ഉയർത്തെഴുന്നേറ്റ് സർവശക്തനായിട്ട് ജീവിക്കുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസവും പ്രത്യാശയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യേശുവിലേക്ക് കൂടുതൽ അടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതെ, അവന് വേണ്ടി അവനോട് ചേർന്ന് നിൽക്കുകയും അവനോടൊപ്പം പീഡ അനുഭവിക്കും. നമ്മളിവിടെ പറഞ്ഞാണത്. അതെ, ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഈ ലോകത്തും നമ്മൾ പ്രത്യാശിക്കുന്ന നമ്മളെ വരാനിരിക്കുന്ന ലോകത്തും നമുക്ക് സ്ഥാനം ലഭിക്കുകയുള്ളൂ. അതെ അതെ അങ്കിളെ. അപ്പൊ നല്ലൊരു ചിന്തയായിരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? അങ്കിളിന് വേണ്ടിയുള്ള 3rd ക്വസ്റ്റ്യൻ ഇതാണ്. ഈ കാലത്തിലെ കഷ്ടതകൾ സാരമില്ല എന്ന് കണക്കാക്കുന്നത് എപ്പോഴാണ്? വരാനിരിക്കുന്ന നമ്മുടെ പ്രത്യാശിക്കുന്ന നമ്മുടെ വരാനിരിക്കുന്ന നമ്മുടെ ലോകം അല്ലെ ദൈവമഹത്വത്തിലേക്ക് നമ്മൾ വിളിക്കപ്പെടുന്നതാണ് ഈ ലോകത്തെ കഷ്ടതയല്ലെന്ന് നമുക്ക് മനസ്സിൽ തോന്നുന്നത്. അതെ, ശരി ഉത്തരാണെങ്കിലേ നമ്മിൽ വെളിപ്പെടാനിരിക്കുന്ന തേജസ്സിനോട് തുലനം ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പൊ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോയാലോ അങ്കിളെ? പോകാം. ഓക്കെ, അപ്പോൾ അങ്കിളിന് എന്താണ് അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് അങ്കിളിന് എന്തെങ്കിലും ജീവിത സാക്ഷ്യം പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹമുണ്ടോ? സാക്ഷ്യം പങ്കുവെക്കാനുണ്ടാകുന്ന ചോദിച്ചാൽ ഉണ്ട്. ഞാനൊരു കിഡ്നി ട്രീറ്റ്മെന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അന്നേരം അതിനെ കൂടാതെ പ്രഷർ ഷുഗറൊക്കെ ഉണ്ട്. അന്നേരം ഷുഗർ വന്നതിന് കാലിലൊരു മുഴ കണക്ക് വന്നായിരുന്നു. മുഴ എന്ന് പറഞ്ഞാൽ കാലിന്റെ തൊടയുടെ ആ ഭാഗത്തായിട്ട്. അതുമായിട്ട് ഞാൻ ഡോക്ടറെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കാണിച്ചു. അന്നേരം പറഞ്ഞു ഷുഗറിന്റെ ആണ്. അന്നേരം അതിന് ട്രീറ്റ്മെന്റ് ഷുഗറാണെന്ന് പറഞ്ഞു 1 ആഴ്ച കഴിഞ്ഞിട്ട്. അതുപോലെ ഞാൻ ESI ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടെ അത് തന്നെ പറഞ്ഞു,
ഇത് മാറത്തില്ല, ഇങ്ങനെ പൊട്ടിക്കൊണ്ട് പോകും. അന്നേരം അവിടുത്തെ ഡോക്ടർ എന്നോട് പറഞ്ഞ് ആ ഇത് നമുക്കൊന്ന് സർജറി ചെയ്ത് അതെടുത്ത് മാറ്റാം. ഓക്കെ, അത് വലുതായി വരുന്നുണ്ടായിരുന്നു അങ്കിളെ? അവിടെ ഒരു വ്രണങ്ങളൊക്കെ ഒരു മുഴങ്ങൊക്കെ വന്നിട്ട് ഇങ്ങനെ അത് പൊട്ടിയിട്ട് ഒലിക്കും. ഓ. അന്നേരം ഓപ്പറേഷന് ഡേറ്റ് ഇട്ട് എഴുതിയൊക്കെ തന്ന് 1.5 മാസം കഴിഞ്ഞിട്ട് വേണം ചെല്ലാൻ. ഞാനന്നേരം ശരി എന്ന് പറഞ്ഞ് അത് എഴുതി മേടിച്ചോണ്ടെങ്കിൽ പോകുന്നു. അന്നേരം ഒരു തീരുമാനം എടുത്തു, പ്രാർത്ഥനയ്ക്ക് ഫലം വല്ല കാണുകയെന്ന് ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു. ഞാൻ അത് ആ പുസ്തകം ആരോടും പറയാതെ വീട്ടിൽ കൊണ്ട് വെച്ച് ഒക്കെ വെച്ച് ഈ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതെ, തീർച്ചയായിട്ടും. ഈ 1.5 മാസം ആകുന്നതിന് മുമ്പ് തന്നെ ആ മുഴ അങ്ങ് താന്നുപോയി, മാറിപ്പോയി. അതെ, മാറിപ്പോയി. ആ പൊട്ടിയൊലിക്കലൊക്കെ മാറി, ആ ഷുഗർ ലെവലാകുകയും ചെയ്തു. അതുപോലെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. 5-8 വർഷമായിട്ട് മരുന്ന് കഴിക്കുന്ന ഷുഗറിന്. ഈ ആഴ്ചയിൽ ഞാൻ ഷുഗറിന്റെ ലാസ്റ്റത്തെ ഗുളികയും നിർത്തി ഇതിന് മുന്നോട്ട് പോവുക. എന്നിട്ട് ദൈവം ഇന്നും നടത്തുന്നു. കഴിച്ചോണ്ടിരുന്നു. അതിപ്പോ 2 ഗുളികയാക്കി, ഇപ്പൊ 1 ഗുളികയാക്കി. ആ 1 ഗുളികയും തീർത്ത്. അന്നേരം അങ്ങനെ ഒരു അത്ഭുതം വിശ്വസിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന രോഗിയെ സൗഖ്യപ്പെടുത്തും ഞാൻ പറയുന്നത്. രോഗിയെ സൗഖ്യപ്പെടുത്തും. തീർച്ചയായിട്ടും. അങ്കിളിനോട് വിശ്വാസത്തെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോ ഇത്രയും വലിയൊരു സാക്ഷ്യം തന്നെ ഇങ്ങ് തരുമെന്ന് വിചാരിച്ചില്ല. വളരെ വലിയൊരു സാക്ഷിയാണ്. കാരണം നമുക്കറിയാം, ഇപ്പോൾ എവിടെയെങ്കിലൊക്കെ ഒരു മുഴ വരുന്നെങ്കിൽ തന്നെ നമുക്ക് പേടി, ടെൻഷനാണ്. ക്യാൻസർ ആണോ എന്തേലും ആണോ? പക്ഷെ എന്ത് തന്നെ ആയാലും നമ്മുടെ ദൈവത്തിന് ഒരു നിമിഷം മതി അത് മാറ്റാൻ എന്നുള്ളതാണ്. അങ്കിളുടെ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന തന്നെയാണ് അതിന് ഏറ്റവും കാരണമായി മാറിയത്. ഇനിയും സർവശക്തനായ ദൈവം അങ്കിളിനെ അനുഗ്രഹിക്കട്ടെ. ആ പ്രാർത്ഥനയിൽ മുന്നേറുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ അങ്കിളെ. ഓക്കെ, അങ്കിളുടെ ഫാമിലിയും ദൈവം ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഓക്കെ അങ്കിൾ, അപ്പൊ നമ്മുടെ അങ്കിളിന് വേണ്ടിയുള്ള അവസാനത്തെ ചോദ്യം ഇതാണ്: നമുക്ക് ലഭിച്ചിരിക്കുന്ന ആദ്യ ദാനം എന്താണ്? നമുക്ക് ലഭിച്ചിരിക്കുന്ന ആദ്യ ദാനം എന്താണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് ജ്ഞാനസ്നാനത്തിലൂടെ വരുന്ന പരിശുദ്ധാത്മാവാണ്. ശരി ഉത്തരവാണ് അങ്കിളെ, ആത്മാവാണ്. ഓക്കെ ഓക്കെ, അപ്പൊ 4 ചോദ്യത്തിനും ശരി ഉത്തരം നൽകിയിരിക്കുകയാണ് അങ്കിളെ. ഹാപ്പി ആണോ? ഹാപ്പിയാണ്, തീർച്ചയായും. ആദ്യമായിട്ടാണ് സംസാരിക്കുന്നതും വിളിക്കണമെന്ന് എന്നെ കർത്താവ് ഇങ്ങനെ തോന്നിപ്പിച്ചത്. താങ്ക് യു ഗോഡ്. ഓക്കെ അങ്കിളെ, അപ്പൊ അങ്കിളിനോട് സംസാരിക്കാൻ പറ്റിയതിൽ നമുക്കും വളരെ സന്തോഷമുണ്ട്. അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ പ്രോഗ്രാം കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, തീർച്ചയായും. അപ്പൊ നമ്മളിപ്പോൾ വിളിച്ചിരുന്നത് പീറ്റർ അങ്കിളായിരുന്നു. അങ്കിൾ വളരെ സന്തോഷമുണ്ട് വിളിച്ചതിൽ. ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. ഇനി നമ്മളെ വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. അപ്പം നമുക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് മടങ്ങി വരാം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ട് നിന്നതെന്ന് വെച്ചാൽ, ആ ഒരു ആന ഇപ്പോൾ അരുവിയിലേക്ക്, ഇപ്പോൾ ഈ രാജാവിനെ അത്രയേറെ സഹായിച്ചിരുന്ന, കൂടെ നടന്ന ധൈര്യശാലിയായിട്ടുള്ള ആന ഇപ്പോൾ വൃദ്ധനായിരിക്കുവാണ്. നമ്മൾ പറഞ്ഞതാണ്. ഇപ്പോൾ ആ ആന ജീവിക്കുന്നത് കാട്ടിലാണ്. ആ ഒരു കാട്ടിൽ വെള്ളം കുടിക്കാനായിട്ട് പോയ ആനയുടെ കാല് ഒരു ചതുപ്പ് നിലത്തിൽ പതിഞ്ഞു പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കാലെടുക്കാനായിട്ട് പരമാവധി ആന ശ്രമിക്കുന്നുണ്ടെങ്കിലും തനിക്കത് കഴിയാതെ പോകുന്നു, പരാജയപ്പെട്ടു പോകുന്നു. അങ്ങനെ ആന ചിഹ്നം വിളിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ആ ചിഹ്നം വിളി കൊട്ടാരത്തിലെ രാജാവ് വരെ കേൾക്കാനായിട്ട് ഇടയായി. അങ്ങനെ രാജാവിന് മനസ്സിലായി തൻ്റെ പ്രിയപ്പെട്ട ആനയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് അവിടെ വരെ പോയി നോക്കണം എന്ന് വിചാരിച്ച് ആ രാജാവും തൻ്റെ പടയാളികളും ഒക്കെ ആയിട്ട് ആ ഒരു സ്ഥലത്തിലേക്ക്, ആനയുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ആ രാജാവ് കാണുന്ന കാഴ്ച വളരെ വേദനാജനകീയമായിരുന്നു. അങ്ങനെ ഈ ആന അവിടെ കിടക്കുന്നത് കണ്ടപ്പോൾ ഈ രാജാവ് വളരെയധികം പ്രയാസപ്പെട്ട് ആനയെ വലിച്ചു കയറ്റാനായിട്ട് ഒത്തിരി ശ്രമിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കയറ് കെട്ടി വലിക്കാനായിട്ടിടയായി. അതുപോലെ തന്നെ തള്ളി നോക്കി, ഒരു ഫലവും ഉണ്ടായിരുന്നില്ല. ഒന്നുകൊണ്ടും ആനയെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ പടയാളികൾ പറഞ്ഞു, രാജാവ് എന്തായാലും നമ്മളെ കൊണ്ട് കഴിയത്തില്ല, കാരണം അധിക വെയിറ്റ് ആയിട്ടുണ്ട് ആനയ്ക്ക്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവരെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് പ്രയാസകരമാണ്. അപ്പോൾ ആനയെ അങ്ങ് മറന്ന് കളയുന്നതായിരിക്കും നല്ലത്. ഒന്നുകിൽ ആന തന്നെ കയറി വരണം, അല്ലാന്നുണ്ടെങ്കിൽ അതിനെ മറന്ന് കളയുന്നതായിരിക്കും നല്ലത്. നമ്മുടെ രാജാവിന്
സഹിക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ നമ്മുടെ രാജാവിന് പെട്ടെന്നൊരു ഐഡിയ തോന്നുകയാണ് കേട്ടോ. അതായത് നമ്മുടെ ഈ ആനയെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് രാജാവ് ഇങ്ങനെ ഒരുപാട് നേരം ആലോചിച്ചതിന് ശേഷം അദ്ദേഹത്തിനൊരു ഐഡിയ തോന്നുകയാണ്. എപ്പോഴും നമ്മുടെ ആന ആക്റ്റീവായിരിക്കുന്നത് യുദ്ധ സമയത്താണ്. അപ്പോൾ യുദ്ധത്തിൻ്റെ കാഹളം എപ്പോഴൊക്കെ കേൾക്കുന്നോ അപ്പോഴൊക്കെ ഈ ആന ട്രിഗർ ആവാനായിട്ട് ശ്രമിക്കും, ആക്റ്റീവ് ആവാനായിട്ട് ശ്രമിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വോയിസ് കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒരു എനർജി ആനയ്ക്ക് വരുമോ എന്നുള്ളൊരു ഡൗട്ട് നമ്മുടെ രാജാവിന് തോന്നുകയാണ്. അങ്ങനെ തോന്നിയ ഒരു ഐഡിയയിൽ രാജാവ് തൻ്റെ ഭടന്മാരെടുത്ത് ഒരുപാട് കാഹളം കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. അങ്ങനെ അവർ പോയി അവരുടെ കാഹളം എടുത്തുകൊണ്ട് വന്നു. ഉടനെ അത് ഇങ്ങനെ മുഴക്കാനായിട്ട് ശ്രമിച്ചു, മുഴക്കി. അപ്പോൾ ആ ഒരു ശബ്ദം കേട്ടപ്പോൾ തന്നെ നമ്മുടെ ആനയ്ക്ക് വല്ലാത്തൊരു ഫീല് വരാനായിട്ട് തുടങ്ങി. അതായത് താനിപ്പോൾ യുദ്ധസ്ഥലത്താണ് നിൽക്കുന്നത്, തൻ്റെ രാജാവിന് എന്തോ അപകടം സംഭവിക്കാൻ പോവുകയാണ്, താനാണ് രക്ഷിക്കേണ്ടത് എന്നൊക്കെയുള്ളൊരു ചിന്ത ആനയ്ക്ക് തോന്നിയത് കൊണ്ടാവാം ആന വളരെ പ്രയാസപ്പെട്ട് തൻ്റെ കാല് വളരെ ശക്തിയായിട്ട് വലിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചു. അതോടൊപ്പം തന്നെ ബാക്കി പടയാളികളും അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളും ഒക്കെ ഹെൽപ്പ് ചെയ്ത് ആനയെ കരയിലേക്ക് കയറ്റി. അപ്പോൾ ഈ ഒരു കഥയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു പ്രയത്നം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, നമ്മെ പിന്തുണയ്ക്കുന്ന, നമുക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ഒത്തിരി പേര് നമ്മുടെ ചുറ്റുപാടും ഉണ്ടായിരിക്കും. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അച്ഛനും അമ്മയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തരുമല്ലേ. നമുക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റഡി ബുക്സും എക്യുപ്മെൻറ്റ്സും ഒക്കെ വാങ്ങിത്തരും, മെറ്റീരിയൽസ് ഒക്കെ തരും. പക്ഷേ പഠിക്കുക എന്നുള്ളത് നമ്മുടെ മാതാപിതാക്കളുടെ ലക്ഷ്യമല്ല, അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്വമല്ല, പകരം നമ്മുടേതാണ്. അപ്പം നമ്മൾ അതിൽ നിന്ന് വേണ്ടി എന്തെങ്കിലും ഒരു അധ്വാനം ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് ഇട്ടാൽ മാത്രമേ, എഫേർട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് സക്സസ്സിലേക്ക് എത്താനായിട്ട് സാധിക്കൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചുറ്റും എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുകയല്ല. നമ്മുടെ ചുറ്റും ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും നാം നമുക്ക് വേണ്ടി പ്രയത്നിച്ചാൽ മാത്രമേ സർവശക്തനായ ദൈവം നമ്മോടൊപ്പം നിൽക്കൂ എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുകൊണ്ട് ഇന്നത്തെ വചന സമീക്ഷയുടെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.